നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് IT ആൻഡ് സൈബർ ലോ ആണ്. IT ആൻഡ് സൈബർ ലോ എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഓൾറെഡി 2 ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞു. ആ 2 ക്ലാസ്സസും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചില ബേസിക് ഫാക്ട്സ് ആണ് പഠിക്കുന്നത്. IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ സാധാരണയായി 2-3 മാർക്കിന് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 10 മാർക്കിനാണ് IT ആൻഡ് സൈബർ ലോ. അതിലൊരു 2-3 മാർക്കിന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ മറ്റു പരീക്ഷകൾക്ക് ഇപ്പോൾ LTC, LGS പോലുള്ള പരീക്ഷകൾക്ക് ആകെ 3-4 മാർക്കിനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ചോദ്യങ്ങൾ വരാറുള്ളൂ. അതിലധികവും ഇത്തരത്തിലുള്ള ബേസിക് ഫാക്ട്സ് ആണ് ചോദിക്കാറ്. പൂർണ്ണ രൂപങ്ങൾ ചോദിക്കാറുണ്ട്. ചില പ്രധാനപ്പെട്ട IT കമ്പനികളുടെ സ്ലോഗൻസ് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ മേഖലയിലെ ചില പ്രധാന കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതുപോലെ ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഫൗണ്ടേഴ്സ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും മിസ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഫുൾ ഫോംസ് ഒക്കെ ഏത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയ എല്ലാ ഫുൾ ഫോംസും മുൻപ് PSC ചോദിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇനി വരുന്ന വീഡിയോസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10ൽ ഒരു 3-4 മാർക്സ് സുഖമായിട്ട് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മുടെ IT ആൻഡ് സൈബർ ലോ വിഭാഗത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 പ്രധാന ഡേറ്റുകളാണ് ഞാൻ പറയുന്നത്. 1 വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, 2 വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ, 3 വേൾഡ് ഇൻ്റർനെറ്റ് ഡേ. PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 3 ഡേയ്സ് ആണിത്. അപ്പോൾ വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് ചോദിച്ചാൽ നവംബർ 30 വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, നവംബർ 30. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഡിസംബർ 2. ഓർത്ത് വെക്കാനുള്ള ഒരു ചെറിയ കോഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സെക്യൂരിറ്റി കോഡൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ പെട്ടിക്കൊക്കെ ചെറിയ ഉദാഹരണമായിട്ട് പറയാം. നമ്മളെ ലോക്കിനൊക്കെ സെക്യൂരിറ്റി കോഡ് എപ്പോഴും ഒരു ഡിജിറ്റിനെക്കാളും 2 ഡിജിറ്റുള്ള സംഖ്യകൾക്കല്ലേ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. നവംബർ 30 2 ഡിജിറ്റ്സ് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി ഡേ എന്ന് പറയുമ്പോൾ നവംബർ 30. ലിറ്ററസി ഡേ എന്ന് പറയുമ്പോൾ ഡിസംബർ 2. അടുത്തത് വേൾഡ് ഇൻ്റർനെറ്റ് ഡേ ആണ്. ഒക്ടോബർ 29 വേൾഡ് ഇൻ്റർനെറ്റ് ഡേ. അപ്പോൾ 3 ഡേയ്സും പഠിച്ചു വെക്കണം. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറയുന്നത് നവംബർ 30. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 2. വേൾഡ് ഇൻ്റർനെറ്റ് ഡേ ഒക്ടോബർ 29. അടുത്തത് ബിറ്റ് കോയിനെ കുറിച്ചാണ്. ഞാനിത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പം PSC ചോദിച്ച് കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇവിടെ അങ്ങ് ചേർത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ വിട്ടുപോകും, പക്ഷേ പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്യും. എന്താണ് ബിറ്റ് കോയിൻ? ഡിജിറ്റൽ കറൻസിയാണ് അല്ലേ. ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ്, ഒരു ക്രിപ്റ്റോ കറൻസിയാണ് എന്ത് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്ന് ചോദിക്കാറുണ്ട്. സതോഷി നക്കാമോട്ടോ. സതോഷി നക്കാമോട്ടോ ആണ് ബിറ്റ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സതോഷി നക്കാമോട്ടോ. അപ്പോൾ കറൻസി കിട്ടണം, നല്ല സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ സന്തോഷം സതോഷി എന്നാലോചിക്കാം. അപ്പോൾ ബിറ്റ് കോയിൻ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സതോഷി നക്കാമോട്ടോ. ഫസ്റ്റ് ബിറ്റ് കോയിൻ ATM ഇൻ ദ വേൾഡ് കാനഡയിലാണ്. അപ്പോൾ കാനഡയിലാണ് ഫസ്റ്റ് ബിറ്റ് കോയിൻ ATM. അപ്പോൾ ബിറ്റ് കോയിൻ ഡിജിറ്റൽ കറൻസിയാണ്. ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ് കോയിൻ. ആരാണ് ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവ്? സതോഷി നക്കാമോട്ടോ. ഫസ്റ്റ് ബിറ്റ് കോയിൻ ATM ഇൻ ദ വേൾഡ് കാനഡയിലാണ്. ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് ഫാദേഴ്സ് ഇൻ ദ IT വേൾഡ്. IT വേൾഡിലെ ചില പിതാക്കന്മാരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറേയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്കൊന്ന് നോക്കാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതല്ലേ? അലൻ ട്യൂറിംഗ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്. ട്യൂറിംഗ് അവാർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അതും പഠിച്ചതാണ് ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് IT ക്ലോഡ് ഷാനൺ. അത് പഠിച്ചിട്ടില്ല, പക്ഷെ പഠിച്ചിരിക്കണം. ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ്? ക്ലോഡ് ഷാനൺ. ക്ലോഡ് ഷാനൺ ആണ് ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ IT എന്ന് ചോദിക്കും. ഫാദർ ഓഫ് മൊത്തത്തിൽ IT എന്ന് ചോദിച്ചാൽ ക്ലോഡ് ഷാനൺ ആണ്. പക്ഷേ ഫാദർ ഓഫ് ഇന്ത്യൻ IT എന്ന് ചോദിച്ചാൽ സാം പിട്രോഡയാണ്, ഒരു വ്യക്തി എന്ന നിലയിൽ. പക്ഷേ ഫാദർ ഓഫ് ഇന്ത്യൻ IT എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ IT സാം പിട്രോഡയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ IT എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഓർ ഫാദർ ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്.
ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഫാദർ ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആരാണ്? ജോൺ വോൺ ന്യൂമാൻ. ജോൺ വോൺ ന്യൂമാൻ ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. അടുത്തത് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതും നമ്മൾ പഠിച്ചതാണ്, ജോൺ മെക്കാർത്തി. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ്? ജോൺ മെക്കാർത്തി ആണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെക്കാർത്തി. ഫാദർ ഓഫ് മൗസ്. ഫാദർ ഓഫ് മൗസ് ഒക്കെ നമ്മൾ ഇൻപുട്ട് ഡിവൈസസിൽ മൗസ് പഠിക്കുമ്പോൾ ഒന്നും കൂടെ പഠിക്കും, എങ്കിലും ഇപ്പോൾ പഠിച്ചു വെക്കുക. ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട്. ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട് എന്നാണ്. പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട് ആണ് ഫാദർ ഓഫ് മൗസ്. മൗസിൻ്റെ പിതാവ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട്. ഏത് കമ്പ്യൂട്ടർ ജനറേഷനിലാണ് മൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഫാദർ ഓഫ് കീബോർഡ് CL ഷോൾസ്. ക്രിസ്റ്റഫർ ലോതം ഷോൾസ് എന്നാണ്, പക്ഷെ അധികവും CL ഷോൾസ് എന്നാണ് ഓപ്ഷനിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫാദർ ഓഫ് കീബോർഡ്സ് CL ഷോൾസ്. CL ഷോൾസ് ആണ് ഫാദർ ഓഫ് കീബോർഡ്സ്. കീബോർഡ്സിൽ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതാലോചിച്ചാൽ മതി. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റ് വിൻഡൻ തമ്മിലൊരു ബന്ധമില്ലേ, അപ്പോൾ വിൻഡൻ സർഫ് ആണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. അത് എല്ലാ ജനറൽ വിഭാഗത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ്? ജോൺ മെക്കാർത്തി. ഫാദർ ഓഫ് മൗസ് ഡഗ്ലസ്. മൗസ് ഡഗ്ലസ്. ഡഗ്ലസിൻ്റെ വീട്ടിൽ കുറേ മൗസ്, കുറേ എലികളുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട്. ഫാദർ ഓഫ് കീബോർഡ് CL ഷോൾസ്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻഡൻ സർഫ്. ഫാദർ ഓഫ് വൈഫൈ വിസ് ഹേസ്. വിസ് ഹേസ് ആണ് ഫാദർ ഓഫ് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. അപ്പം വൈഫൈയുടെ നമ്മൾ പൂർണ്ണരൂപങ്ങളിൽ പഠിക്കും. ഫാദർ ഓഫ് വൈഫൈ PSC ചോദിച്ചിട്ടുണ്ട്, വിസ് ഹേസ്. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സീമർ ക്രേ. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് ഫോം എന്താ? SC. അപ്പോൾ സീമർ ക്രേൻ്റെ ഷോർട്ട് ഫോം എന്താ? SC. അതാലോചിച്ചാൽ മതി. അപ്പോൾ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സീമർ ക്രേ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും ചിലപ്പോൾ, വിജയ് P ഭട്കർ. ഇതൊക്കെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന ഭാഗം വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം നിങ്ങളിൽ നിന്ന് പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് P ഭട്കർ. ഫാദർ ഓഫ് ഇമെയിൽ. ഇമെയിൽ ആരാണ്? റേ ടോംലിൻസൺ. റേ ടോംലിൻസൺ ആണ് ഫാദർ ഓഫ് ഇമെയിൽ. അപ്പോൾ ഫാദർ ഓഫ് വൈഫൈ വിസ് ഹേസ്. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ SC സീമർ ക്രേ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് P ഭട്കർ. ഫാദർ ഓഫ് ഇമെയിൽ റേ ടോംലിൻസൺ. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഹെൻറി റോബർട്ട്സ്. അപ്പോൾ ഹെൻറി റോബർട്ട്സ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ PSC ചോദിച്ചതാണ്, റിച്ചാർഡ് സ്റ്റോൾമാൻ. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ. ഫാദർ ഓഫ് WWW അല്ലെങ്കിൽ HTTP ആരാണ്? അതായത് വെബിൻ്റെ പിതാവ് ആരാണ്? ടിം ബേണേഴ്സ് ലീ. അപ്പം WWW 3 പേരിൽ 3 വേർഡില്ലേ, അപ്പം ടിം ബേണേഴ്സ് ലീ 3 വേർഡ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇവാൻ സുതർലാൻഡ്. ഇവാൻ സുതർലാൻഡ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. അപ്പോൾ ഗ്രാഫിക്സിനൊക്കെ നല്ല സൂത്രം വേണ്ടേ, ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതാലോചിച്ചാൽ മതി. സുതർലാൻഡ്, ഇവാൻ സുതർലാൻഡ്. ഇവൻ നല്ല സൂത്രക്കാരനാണ് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാക്കാൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഓർത്ത് നോക്കൂ. ഫാദർ ഓഫ് ഒന്നും കൂടെ ഓർത്ത് നോക്കൂ. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആരാണ്? ഹെൻറി റോബർട്ട്സ് ആണ്. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ റിച്ചാർഡ് സ്റ്റോൾമാൻ. ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ഈ എക്സിബിഷനൊക്കെ നടക്കുമ്പം ഈ സ്റ്റാളുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ സ്റ്റാളിലൊക്കെ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണാൻ പറ്റൂലേ, വാങ്ങാൻ പറ്റില്ല, കാണാൻ പറ്റും. അപ്പോൾ ഫ്രീ എന്ന് കണ്ടാൽ സ്റ്റാൾ എന്നാലോചിക്കുക. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ റിച്ചാർഡ് സ്റ്റോൾമാൻ. ഫാദർ ഓഫ് WWW അല്ലെങ്കിൽ HTTP ആരാണ്? ടിം ബേണേഴ്സ് ലീ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആരാണ്? ഇവൻ സുതർലാൻഡ്. ഇവൻ സൂത്രക്കാരനാണ് ഗ്രാഫിക്സ് എന്നോർക്കാം. ഫാദർ ഓഫ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ജോൺ വിൻസെന്റ്. ഫാദർ ഓഫ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആരാണ്? ജോൺ വിൻസെന്റ്. ഫാദർ ഓഫ് സെല്ലുലാർ ഫോൺ മാർട്ടിൻ കൂപ്പർ. അപ്പോൾ കൂപ്പിടുക, വിളിക്കുക എന്ന് പറയില്ലേ, അത് ആലോചിച്ചാൽ മതി. ഫാദർ ഓഫ് അങ്ങനെ തന്നെയല്ലേ തമിഴിൽ, ഞാൻ അങ്ങനെ കേട്ടോ മനസ്സിലാക്കി. ഫാദർ ഓഫ് സെല്ലുലാർ ഫോൺ മാർട്ടിൻ കൂപ്പർ. മാർട്ടിന് കൂപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഫോണാന്ന് ആലോചിച്ചാൽ മതി. ഫാദർ ഓഫ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആഡം ഓസ്ബോൺ. പോർട്ടബിൾ, ഈ മാറ്റി OC അടിച്ച് യൂസ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓസ്ബോൺ, OC അടിക്കുക, പോർട്ടബിൾ. അപ്പോൾ ഫാദർ ഓഫ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആരാണ്? ആഡം ഓസ്ബോൺ. ആഡം ഓസ്ബോൺ പോർട്ടബിൾ എന്നാലോചിച്ചാൽ മതി. ഫാദർ ഓഫ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആഡം ഓസ്ബോൺ. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ? ജോൺ വിൻസെന്റ്. ഫാദർ ഓഫ് സെല്ലുലാർ ഫോൺ കൂപ്പിടുക, വിളിക്കുക, മാർട്ടിൻ കൂപ്പർ. ഫാദർ ഓഫ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആഡം ഓസ്ബോൺ.
ഇനി ഫൗണ്ടേഴ്സ് ആണ്. ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഫൗണ്ടേഴ്സ്. ഇന്ന് ഒരു ദിവസം ഇരുന്നിട്ട് മെനക്കെട്ടിട്ടാണെങ്കിൽ ഇതൊന്നും പഠിച്ചെടുക്കണം കേട്ടോ. ഫേസ്ബുക്ക് മാർക്ക് സുക്കർബർഗ്, അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്കിൻ്റെ. ആപ്പിൾ റൊണാൾഡ് വെയിൻ ആൻഡ് സ്റ്റീവ് വോസ്നിയാക്ക്. അപ്പോൾ വോസ്നിയാക്കും വെയിനുമാണ് ആപ്പിൾ. അപ്പം വൈൻ എന്നാലോചിക്കുക, ആപ്പിൾ കൊണ്ട് വൈൻ ഉണ്ടാക്കൂലേ, അതുപോലെ വോസ്നിയാക്ക് അതും അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. അപ്പം ആപ്പിൾ ആരാണ്? വെയിനും വോസ്നിയാക്കും. വാട്സാപ്പ് ജാൻ കൗം ബ്രെയിൻ ആക്ടൺ. PSC ചോദിച്ചതാണ്. വാട്സാപ്പിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ജാൻ കൗം ആൻഡ് ബ്രെയിൻ ആക്ടൺ. ആക്ടണും കൗമും എന്നാലോചിച്ചാൽ മതി. യൂട്യൂബ് സ്റ്റീവ് ചെൻ, ചാഡ് ഹേളി ആൻഡ് ജാവദ് കരീം. അപ്പം കരീം ഹേളി ചെൻ കരീം ഹേളി യൂട്യൂബ് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ചെൻ കരീം ഹേളി. ഓർക്കുട്ട് വളരെ എളുപ്പമാണ്. ഓർക്കുട്ട് ബോയ്ക്കുട്ടനാണ് ഓർക്കുട്ടിൻ്റെ. ഇപ്പം ആർക്കും ഓർക്കുട്ട് അറിയാൻ കൂടി ഉണ്ടാവില്ല അല്ലേ. ഗൂഗിൾ ലാരി പേജ് ആൻഡ് സെർജി ബ്രിൻ. PSC ചോദിച്ചതാണ്. ലാരി പേജ്, ഗൂഗിളിൽ ഇങ്ങനെ പേജസ് ഉണ്ടാവില്ലേ, അപ്പം ലാരി പേജും സെർജി ബ്രിന്നും, സെർച്ച് ചെയ്യാനല്ലേ ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. അപ്പം സെർജി ബ്രിന്നും ലാരി പേജും ആണ് ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ്. ജിമെയിൽ പോൾ ബുച്ച്ഹീറ്റ് ആണ് ജിമെയിലിൻ്റെ ഫൗണ്ടർ. ജിമെയിലിൻ്റെ ഫൗണ്ടർ ആരാണ്? പോൾ ബുച്ച്ഹീറ്റ്. ഈ കുറേ ജിമെയിലൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്കിങ്ങനെ കുറേ പരസ്യങ്ങളും അങ്ങനെ എന്താ പറയുക സ്പാം മെസ്സേജസ് ഒക്കെ വന്നു കാണുമ്പോഴല്ലോ ബുൾഷിറ്റ് എന്ന് പറയില്ലേ, അപ്പം അതുപോലെ ബുച്ച്ഹീറ്റ് എന്നാലോചിച്ചാൽ മതി ജിമെയിൽ. മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സും പോൾ അലനും. അതെല്ലാവർക്കും അറിയണ്ടാവില്ലേ. മൈക്രോസോഫ്റ്റിൻ്റെ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനും. ട്വിറ്റർ ജാക്ക് ഡോർസിയാണ് ട്വിറ്ററിൻ്റെ ഫൗണ്ടർ. വിക്കിപീഡിയ ജിമ്മി വെയിൽസ്, ലാരി സാഞ്ചർ. അപ്പം വിക്കിപീഡിയ എന്താണ്? ലാരി സാഞ്ചറും ജിമ്മി വെയിൽസുമാണ് വിക്കിപീഡിയയുടെ ഉപജ്ഞാതാക്കൾ. വിക്കിപീഡിയ ജിമ്മി വെയിൽസ് ആൻഡ് ലാരി സാഞ്ചർ. അപ്പം ഇത്രയും ഫൗണ്ടേഴ്സ് ഓർത്ത് വെക്കുക കേട്ടോ എല്ലാവരും. അടുത്തത് സ്ലോഗൻസ് ആണ്. ഇതും PSC ചോദിക്കാറുണ്ട്. സ്ലോഗൻ തിങ്ക് എന്ന സ്ലോഗൻ IBMൻ്റെ ആണ്. IBMൻ്റെ പൂർണ്ണരൂപം എന്താ? ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ. നമ്മൾ പഠിച്ചതാണ്. അപ്പം തിങ്ക് എന്ന സ്ലോഗൻ IBMൻ്റെ ആണ്. തിങ്ക് ഡിഫറൻറ്റ് എന്നാണെങ്കിലോ ആപ്പിൾ എപ്പോഴും ഒരു വെറൈറ്റിയാണ് അല്ലേ. ആപ്പിളിൻ്റെ ഫോൺ ആണെങ്കിലും ആപ്പിളിൻ്റെ ഐറ്റംസ് ഒക്കെ ഒരു വെറൈറ്റിയാണ്. അപ്പം തിങ്ക് ഡിഫറൻറ്റ് എന്ന് കണ്ടാൽ ആപ്പിൾ. ഡു ദ റൈറ്റ് തിങ്ക് ആൽഫബറ്റ്സ് എപ്പോഴും റൈറ്റ് ആയിട്ട് തന്നെ പഠിച്ച് ഓർത്തിരിക്കണം അല്ലേ. അപ്പം ഡു ദ റൈറ്റ് തിങ്ക് എന്നത് ആൽഫബറ്റ് എന്ന കമ്പനിയുടെ സ്ലോഗനാണ്. അപ്പം തിങ്ക് IBM, തിങ്ക് ഡിഫറൻറ്റ് ആപ്പിൾ, ഡു ദ റൈറ്റ് തിങ്ക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്. അപ്ലൈയിങ് തോട്ട് വിപ്രോയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നല്ലോണം ചിന്തകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലേ. ആലോചിച്ചാൽ മതി. വിപ്രോ അപ്ലൈയിങ് തോട്ട് എന്ന് കണ്ടാൽ വിപ്രോ. ഡോൺ ബി ഈവിൾ ഗൂഗിളാണ്. ഡോൺ ബി ഈവിൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ഡോൺ ബി ഈവിൾ. അവിടെ പോയിട്ട് തെറ്റൊന്നും ഗൂഗിളിൽ നല്ലതും ചീത്തതുണ്ട്. അപ്പോൾ തെറ്റെടുക്കരുത് നമ്മളോട് പറയാം മോശം കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യരുത് എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ഡോൺ ബി ഈവിൾ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഗൂഗിൾ. ലുക്ക് ഇൻസൈഡ് ഇന്റലിൻ്റെ സ്ലോഗനാണ് ലുക്ക് ഇൻസൈഡ്. എനേബിളിംഗ് ടുഡേ ഇൻസ്പയറിംഗ് ടുമോറോ. AMDയുടെ ഫുൾ ഫോം എന്താ? അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. എനേബിളിംഗ് ടുഡേ ഇൻസ്പയറിംഗ് ടുമോറോ AMD. പവേർഡ് ബൈ ഇൻ്റലക്ട് ഡ്രിവൺ ബൈ വാല്യൂസ് ഇൻഫോസിസിൻ്റെ സ്ലോഗനാണ്. പവേർഡ് ബൈ ഇൻ്റലക്ട്. ഇൻഫോസിസിൻ്റെ ഒക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ പൊതുവേ പറയില്ലേ പഠിപ്പിച്ചിട്ട് കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഒരു പ്ലേസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ഇൻ്റലക്ട് എന്ന് കണ്ടാൽ ഇൻഫോസിസ് എന്ന് ആലോചിക്കുക. പവേർഡ് ബൈ ഇൻ്റലക്ട് ഡ്രിവൺ ബൈ വാല്യൂസ്. ഞാൻ ഒരു ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ബി വാട്ട്സ് നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ബി വാട്ട്സ് നെക്സ്റ്റ് എന്ന് കണ്ടാൽ മൈക്രോസോഫ്റ്റ്. ബി വാട്ട്സ് നെക്സ്റ്റ് ആരുടെ സ്ലോഗനാണ്? മൈക്രോസോഫ്റ്റ്. പവേർഡ് ബൈ ഇൻ്റലക്ട് ഡ്രിവൺ ബൈ വാല്യൂസ് ഇൻഫോസിസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്രിവിയേഷൻസ് ഫുൾ ഫോംസ് ആണ്. അബ്രിവിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം, അതിൻ്റെ ഫുൾ ഫോംസ്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന എല്ലാം PSC ചോദിച്ചതാണ്. അപ്പം ഇനി അതല്ലാത്ത ഫുൾ ഫോംസും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. ആസ്കി എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ATM രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് ഒരു ഡിജിറ്റൽ മെഷീനാണ്. അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ് ഓപ്ഷനിൽ ഏതാ ഉള്ളത് നോക്കാം. മറ്റേത് നമ്മൾ ATM എന്താണ്? എനി ടൈം മണി എന്നൊക്കെ ചിലർ പഠിച്ചിട്ടുണ്ടാവും. അല്ല,
ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATM പൂർണ്ണരൂപം എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അപ്പോൾ പൂർണ്ണരൂപം ഇത് ഞാനൊരു ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് തരുമ്പോഴാണ് ഇത് എത്രത്തോളം കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം എല്ലാം ഒരുപോലെ ഉണ്ടാവും. ഓട്ടോമേറ്റഡ് ടെല്ലിംഗ് മെഷീൻ എന്നുണ്ടാവും, ടെല്ലർ മെഷീൻ എന്നുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ആസ്കി എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. നമ്മുടെ ഈ ബൈനറി കോഡ് ആസ്കി അങ്ങനത്തെ ഉള്ള ഇതില്ലേ, അതിലുള്ളതാണ്. ATM അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. BIOS എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. കാണുമ്പോൾ എളുപ്പമാണ് അല്ലേ, പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ കിട്ടും. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. റോം ഒക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പഠിക്കും, പക്ഷെ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. റാൻഡം ആക്സസ് മെമ്മറിയാണ് റോമോ റീഡ് ഓൺലി മെമ്മറി. ഡ്രാമോ റാൻഡം ആക്സസ് മെമ്മറി തന്നെയാണ്, മുന്നിലൊരു D ഉണ്ട് അല്ലേ, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, RAM എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാലോ റീഡ് ഓൺലി മെമ്മറി. ഇനി SRAM, S ആണ് വന്നിരിക്കുന്നത് റാമിൻ്റെ മുന്നിൽ, എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. CD കോമ്പാക്ട് ഡിസ്ക്, അതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ CD, പക്ഷേ PSC ചോദിച്ചിട്ടുണ്ട്. DVD ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. CAD കമ്പ്യൂട്ടർ CAD എന്നൊക്കെ പറയില്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CPU എല്ലാവർക്കും അറിയാം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DOS ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് നിങ്ങൾ വായിച്ച് പഠിച്ചേ പറ്റൂ കേട്ടോ. എനിക്കിപ്പോൾ ഇത് പറഞ്ഞുതരാൻ ഒന്നും പറ്റില്ല. അതായത് കോഡ്സ് ഒന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഓൾറെഡി കോഡാക്കിയിട്ടാണ് ഷോർട്ട് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇപ്പോൾ DOS ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിനുള്ള വഴി CAD വീണ്ടും വന്നു അല്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CAD. GUI PSC ഒരുപാട് തവണ ചോദിച്ചതാണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GIS ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ് GIS. ICANN PSC ചോദിച്ചതാണ്, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ICANN ഇന്റർനാഷണൽ ഇന്റർനെറ്റ് കോർപ്പറേറ്റ് ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, അതാണ് ICANN. IMAP ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. IMAP എന്താണ്? ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇതൊക്കെ അറിയണ്ടാവില്ലേ. LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് OCR. OMR നമുക്കറിയാം, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ. ചിലപ്പോൾ ഓപ്ഷനിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡിംഗ് എന്നും കൂടി ഉണ്ടാവും. ഓക്കെ. ഫ്ലോപ്സ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഇത് സ്പീഡ് പറയുന്നതാണ് ഫ്ലോപ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTPൻ്റെ പൂർണ്ണരൂപം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP എല്ലാവർക്കും അറിയണ്ടാവും. HTTP എന്താണ് പൂർണ്ണരൂപം? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. FTP HTTP HTML ഇതൊക്കെ PSC ചോദിച്ചതാണ്. HTMLൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വൈഫൈ PSC ചോദിച്ചതാണ്. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ പൂർണ്ണരൂപം. വയർലെസ് ഫിഡിലിറ്റി. ആരാണ് വൈഫൈ കണ്ടുപിടിച്ചത്? വൈഫൈയുടെ ഫൗണ്ടർ ആരാണ്? വിസ് ഹെയ്സ്. ULSI ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ULSI എന്താണ്? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. RTF റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. RTF എന്താണ്? റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതും PSC ചോദിച്ചിട്ടുണ്ട്. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഇനിയും അബ്രിവേഷൻസ് ഉണ്ട്. അതെല്ലാം അടുത്ത ഓരോരോ ക്ലാസ്സസിലായിട്ട് തരാം. അപ്പോൾ ഈ തന്ന ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.